ആ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് 1000 നാടൻ പശുക്കൾ അടങ്ങുന്ന ഗോശാല എന്ന സങ്കല്പം. ഇപ്പോൾ ഏതായാലും ഗോശാല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഗോ പ്രോഡക്ട്സുകളൊക്കെ നമ്മുടെ സഹോദരിമാർ നല്ല രീതിയിൽ ഞങ്ങളുടെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ഞങ്ങളുടെ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പശുക്കളെ ഞങ്ങൾ ദാനം ചെയ്യും. ഇവിടെ 5-6 ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട്. ഗീറ്, താർപ്പാർക്കർ. നമ്മളിന്ന് കാണാൻ പോകുന്ന 100ലധികം പശുക്കളുള്ള ഒരു അത്ഭുത ഗോശാലയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിലാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സ്വാമി നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു ഗോക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം? ശരിക്കും ഈ ഗോശാല ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതൊരു വ്യാപാര വ്യവസായ അടിസ്ഥാനത്തിലോ ക്ഷീരമായ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് അതൊരു വ്യാപാരമാക്കുക എന്നുള്ളതിനപ്പുറം ഗോമാതാവിനെ പൂജിക്കുക എന്നുള്ള സനാതന ധർമ്മത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ സംരക്ഷിക്കുക എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ ഗോശാലയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളതും. ഏതാണ്ട് 10-15 വർഷക്കാലമായി അതിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായ നിലയിൽ നടത്തിക്കൊണ്ട് പോകുന്നതും അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം അതെങ്ങനെയായിരുന്നു? ഇത് നമ്മുടെ ബാലഗോകുലം എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു ബാല സാംസ്കാരിക സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള കൃഷ്ണൻ സാറിൻ്റെ MA കൃഷ്ണൻ സാറിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം എന്നുള്ളത്. ഭഗവാന്റെ തിരവതാരം തൊട്ട് സ്വർഗാരോഹണം വരെയുള്ള കാര്യക്രമങ്ങളെ ചിട്ടപ്പെടുത്തി വിജ്ഞാനവും വിനോദവും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി ഉയർത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനമായ ലക്ഷ്യം. ഈ പദ്ധതി 1000 കോടി രൂപയുടെ മുടക്ക് വരുന്ന, അതോടൊപ്പം 41 പദ്ധതിയാണ് ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്ര മാതൃകയിൽ 8 നിലയോട് കൂടിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്നുള്ളത് അവിടെ പ്രത്യേക പുരോഹിതനുമില്ലാതെ ഏതൊരു വിശ്വാസിക്കും ഏതൊരു ഭക്തനും അവൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് അവിടെ ആരാധന നടത്തുവാനും പൂജ ചെയ്യുവാനും നിവേദിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ 8 ഏക്കർ ഭൂമിക്കകത്ത് ഒരു വലിയ ജലാശയമുണ്ടാവും. ആ ജലാശയത്തെ നമ്മൾ കാളന്തി നദി എന്ന സങ്കല്പവും അതിൻ്റെ മധ്യഭാഗത്തായി കാളിയ മർദ്ദനത്തിൻ്റെ വലിയൊരു സ്റ്റാച്ചുവും ഉണ്ടാവും. അവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോട്ടിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള സംവിധാനമായിരിക്കും. അതോടൊപ്പം തന്നെ ഭാരത ദർശൻ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. ആ ഭാരത ദർശൻ എന്നുള്ളത് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ഭാരതത്തിലെ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള വിവിധ ക്ഷേത്രങ്ങളെ അടങ്ങുന്ന വലിയൊരു സ്റ്റാച്ചു ആയിരിക്കും അതിൻ്റെ അകത്ത് കയറുമ്പോൾ. അപ്പോൾ ആ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരിക്കും അവിടെ ഉണ്ടാകാനുള്ള സാധ്യത. 4000 ആളുകൾക്ക് ഒരുമിച്ച് ഒത്തുചേരാൻ കഴിയുന്ന വലിയൊരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അടുത്ത ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ നമുക്ക് ഉള്ളിൽ ഉള്ളത്. അതോടൊപ്പം വലിയൊരു ഗീത മണ്ഡപം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ക്ഷേത്രകലകളുടെ പരിശീലന കേന്ദ്രം ഉണ്ടാവും. ആയുർവേദ ഔഷധ തോട്ടങ്ങളുണ്ടാവും. ധ്യാന കേന്ദ്രമുണ്ടാവും. അതോടൊപ്പം വാർദ്ധക്യം ബാധിച്ച് അനാഥരാകുന്ന ആളുകൾക്ക് വന്ന് തങ്ങാൻ കഴിയുന്ന വൃത്തസദനം നമുക്കിവിടെ ആശ്രമം ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി വരുന്ന പദ്ധതിയോടുകൂടിയാണ് ഇത്. അതിൻ്റെ വൃന്ദാവനം എന്ന് പറയുന്ന സങ്കല്പത്തിൽ കുട്ടികളുടെ പാർക്കാണ്. അത് കഴിഞ്ഞ നവംബറിൽ ഉദ്ഘാടനം ചെയ്തിപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഒട്ടനവധി ആളുകൾ ഇവിടെ ആ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പല ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകൾ ഒക്കെയായിട്ട് തീർത്ഥാടനം പോകുന്ന ആളുകൾ അവരുടെയൊക്കെ വന്നു പോകാവുന്നൊരു സങ്കേതമായി ഇത് രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിരവധി ആളുണ്ട്. മാസം ഒരു 10,000-15,000 വരുന്ന ആളുകൾ സന്ദർശകരായി ഇവിടെ ഇപ്പോൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് ഭക്ഷണവും അവർക്ക് വന്ന് തങ്ങാനുള്ള സൗകര്യവും ഇവിടെ നിൽക്കാനുള്ള സൗകര്യവും അവർക്ക് ആവശ്യമായിട്ടുള്ള ആധ്യാത്മികവും ഭൗതികവുമായ 2 വിഷയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള മാർഗദർശനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും ഇവിടെ സജീവമായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത് ഭാവിയിലേക്ക് ഈ പ്രദേശത്തിൻ്റെ തന്നെ കെട്ടിലും മട്ടിലും മാറ്റം വരുത്താൻ കഴിയുന്ന വിപുലമായിട്ടുള്ള ഒന്നാണ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് 1000 നാടൻ പശുക്കൾ അടങ്ങുന്ന ഗോശാല എന്ന സങ്കല്പം.
ഇപ്പോൾ നമുക്ക് 100 ചില്ലുവാനം പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അതെല്ലാം നാടൻ പശുക്കളാണ്. അതിൻ്റെ നമ്മൾ ഒരു നേരമാണ് ആ പശുക്കളെ കറക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ പാലുൽപാദനം എന്നതിനപ്പുറം ആരാധന മനോഭാവത്തോടുകൂടി അവയെ സംരക്ഷിക്കുക എന്നുള്ള അർപ്പണമായിട്ടുള്ള ഒരു മനസ്സോടുകൂടിയുള്ള സേവന പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എത്തുന്ന ആളുകളൊക്കെ ആയാൽ പോലും അതുങ്ങൾക്ക് വൈക്കോലും പുല്ലും ഒക്കെ കൊടുക്കുക, അതൊരു വഴിപാട് പോലെ സമർപ്പണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ കണ്ടുവരുന്നത്. ഇവിടെ പഞ്ചഗവ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ നെയ്യ് ഇവിടെ ആയുർവേദമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുർവേദ രംഗത്ത് ഈ നാടൻ പശുക്കളുടെ നെയ്ക്ക് വളരെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അത് വളരെ ശുദ്ധിയോടുകൂടി വളരെ ഭംഗിയായി അത് ഉൽപ്പാദിപ്പിക്കുകയും ഗുണഭോക്താക്കൾക്ക് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്താൽ കൊറിയർ വഴി അവർക്കത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും നമ്മളിവിടെ നടത്തി വരുന്നുണ്ട്. അപ്പം നെയ്യുടെ ഒരു വ്യാപാരം, ആളുകളുടെ ഒരു ആവശ്യക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അങ്കരാഗാതെ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് കരിവാളിപ്പ് അങ്ങനെയുള്ള പാടുകൾ അങ്ങനത്തെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്, പിന്നെ ദന്തമഞ്ചൻ പഞ്ചഗവ്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൽപ്പൊടി, പിന്നെ നമുക്ക് വേദനാ സംഹാരിയാണ്, തലവേദന, സന്ധിവേദന അങ്ങനെ തുടങ്ങിയതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാം, പിന്നെ ഭസ്മം, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ. പിന്നെ അതിന് പുറമെ പാലുൽപ്പന്നങ്ങളാണുള്ളത്. മോര്, ഇത് ഭസ്മത്തിന്റെ തന്നെ ചെറിയ പാക്കറ്റുകൾ. നെയ്യ്, പിന്നെ വെണ്ണ, മോര്, പാല് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ചാണകം നമ്മൾ ഉണക്കി കൊടുക്കുന്നുണ്ട് പച്ചക്കായിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചാണകം അങ്ങനെ. പേരെന്ന് പറയോ? ലക്ഷ്മി. ഇവിടുത്തെ സ്റ്റാഫാണോ? എൻ്റെ പേര് വാസുദേവൻ ആമേട. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ് എൻ്റെ സ്ഥലം. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇതിൻ്റെ ചെയർമാനാണ്. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം. ഇത് ശരിക്കൊരു കേരളത്തിൻ്റെ കൾച്ചറൽ, സാമൂഹിക, സാംസ്കാരിക കേന്ദ്രമാണ്. തൃശ്ശൂരാണ് കേന്ദ്രം കേരളത്തിൻ്റെ. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊടകരയ്ക്കടുത്തുള്ള ഈ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം. 3 സൈഡിലും മലകളും വളരെ പ്രകൃതി രമണീയമായ ഈ സ്ഥലം. ഇവിടെ ഇപ്പോൾ ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിമയുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല ഗോശാലയുണ്ട്. അത് ദേശീയ പശുക്കളാണ്, നാടൻ പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു പാർക്ക്, വൃന്ദാവനം പാർക്കുണ്ട്. കുട്ടികൾക്ക് ആടിക്കളിച്ച് അവർക്ക് സന്തോഷിക്കാനുള്ളതായിട്ടുള്ളൊരു സ്ഥലം. ഇത് 3ആണ് ഇവിടെ. പിന്നെ ഒരു വനദേവതാ ക്ഷേത്രവും കൂടിയുണ്ട്. ഇനി ശശിയേട്ടൻ പറഞ്ഞ പോലെ 41 പ്രോജക്റ്റുകൾ നമുക്കിവിടെ ഉണ്ട്. ഒരു നല്ല ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടാവും. എല്ലാവർക്കും ആരാധിക്കുന്ന, വർഗ്ഗവർണ്ണ ലിംഗഭേദമന്യേ ആരാധിക്കാവുന്ന ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിമ ഉണ്ടായിരിക്കും. നല്ലൊരു കുളം ഉണ്ടായിരിക്കും. കുളത്തിൽ കാളീന്തി നദിയിൽ കാളിയമർദ്ദനം അവതരിപ്പിക്കുന്നുണ്ടാവും. നല്ലൊരു ഓപ്പൺ എയർ സ്റ്റേഡിയം ഉണ്ടാവും. അത് നമുക്ക് രാമായണം, ഭഗവത്ഗീത, ഭാഗവതം എന്നുള്ളത് ഓഡിയോ വീഡിയോ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്ന വിധത്തിലാണ്. നമ്മുടെ അക്ഷർധാമിലൊക്കെ ലേസർ ലൈറ്റ്സ് വെച്ച് ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട് വൈകുന്നേരം. അതുപോലുള്ളൊരു സ്കീമായിരിക്കും ഇവിടെയുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു 4 കെട്ടും കുളപ്പുരയും ഉരപ്പുരയും കൃഷിസ്ഥലമുള്ളൊരു സ്ഥലം ഉണ്ടായിരിക്കും, ഒരു 7 ഏക്കർ സ്ഥലം. അത് നമ്മുടെ വേദവിജ്ഞാന കേന്ദ്രമാണ്. നമ്മുടെ അനാദിയായിട്ടുള്ള ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവണവേദം ഇത് പഠിക്കാനും എല്ലാവർക്കും പഠിക്കാനും പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഓഡിയോ വീഡിയോ സിസ്റ്റത്തിൽ കേൾക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇനി വരുന്ന ജനത എന്ന് പറയുന്നത് നമ്മുടെ ലോകം തന്നെ ഒരു വില്ലേജായിട്ടാണ്. ഇന്ന് ഒരാളുടെ മകൻ ഇവിടെയായിരിക്കും, വേറൊരാളുടെ ഓസ്ട്രേലിയയിലായിരിക്കും, വേറൊരാളുടെ ഇംഗ്ലണ്ടിലായിരിക്കും. അവർക്കെല്ലാവർക്കും ഒത്തുചേരാനായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഇവിടെ തപോവനം എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് അഗ്രഹാരങ്ങളുണ്ട്, തറവാടുകളുണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല മനോഹരമായ കെട്ടിടങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് വന്ന് താമസിക്കാം. നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ വിദേശത്താണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ഭാരതത്തിൻ്റേതായ തനിമ അല്ലെങ്കിൽ ഭാരതത്തിൻ്റേതായ ഹിന്ദുത്വം പഠിച്ച് മനസ്സിലാക്കാൻ അവസരം കിട്ടും. ഇന്ന് കുട്ടികൾക്ക് കേട്ട് പഠിക്കാനാണ് കൂടുതൽ താല്പര്യം. വായിച്ച് പഠിക്കാനുള്ള താല്പര്യം വളരെ കുറവാണ്. അതുകൊണ്ട് മോഡേണായിട്ടുള്ള ഓഡിയോ വീഡിയോ സിസ്റ്റത്തിലായിരിക്കും നമ്മളിത് പ്രദർശിപ്പിക്കാൻ പോകുന്നത്. പിന്നെ ശശിയേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു വിവാഹം നടത്താനായിട്ടുള്ള ഗോശാലയോടുകൂടിയുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കും. നല്ലൊരു പാർക്ക് ഉണ്ടായിരിക്കും, കുട്ടികൾക്ക് ഓടിക്കളിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു കളിസ്ഥലം, ക്രീഡാ കേന്ദ്രം ഉണ്ടായിരിക്കും. നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടുത്തെ വൈദ്യുതി മുഴുവൻ ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്യണമായിരിക്കും. സോളാർ പവറായിരിക്കും, ഹൈഡ്രോ ഇലക്ട്രിക് പവറായിരിക്കും. അതെല്ലാം ഇവിടെ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പഴയ കാലത്ത് പറയാറുണ്ട് രസായന ചികിത്സ എന്ന് പറഞ്ഞാൽ, അത് നടത്താൻ പ്രായമായവരെ ചെറുപ്പക്കാരാക്കാനുള്ള ഒരു ഇത്, ആ ചികിത്സയുടെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇപ്പം തന്നെ കേരളത്തിൽ ഒരിടത്തുണ്ട്, നമ്മളിവിടെ അത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആയുർവേദ കേന്ദ്രം. പിന്നെ നമ്മുടെ യോഗ സെൻറ്റർ, അതുപോലെ നമ്മുടെ ഇന്നത്തെ എല്ലാവർക്കും അറിയാം യോഗ ലോകം പ്രസിദ്ധമാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു സെൻ്ററായിരിക്കും ഇത്. ധ്യാന സെൻറ്റർ,
അതുപോലെ തന്നെ ഭാരത ചരിത്രം, കേരള ചരിത്രം, അഖണ്ഡ ഭാരതം. ലോകത്തിൽ ഇത് ഭാരതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേപ്പറിൽ കേട്ടുകയാണ് നമ്മൾ അഖണ്ഡ ഭാരതം എന്നുള്ളത്. ആ സങ്കല്പം നമ്മുടെ ഇവിടെ കാണിക്കാനായിട്ടുള്ള ചിത്രീകരണം ഉണ്ടായിരിക്കും. കേരളം മുഴുവനും പഴയ കാലത്തെ പരശുരാമൻ്റെ കേരളം, കന്യാകുമാരി മുതൽ കാശ്മീർ പാറശാല വരെയുള്ള അല്ല, കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള കേരളം കാണിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഇതെല്ലാം ഇന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. നദികളും പുഴകളും എല്ലാം ഇവിടെ തന്നെ നമ്മൾ ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ടാവും. പിന്നെ കൂടുതൽ വയസ്സായവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ ദേഹാന്ത്യത്തിൽ അവരുടെ നോക്കാൻ ആരും ഇല്ലെങ്കിൽ വേണ്ട കർമ്മങ്ങളും ഇവിടെ ചെയ്യും. നമ്മുടെ തപോവനം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് 7 കിണറുകളുണ്ടായിരിക്കും. 7 നദികളിലെ ജലമെല്ലാം അവിടെ സ്വീകരിച്ച് അവരുടെ അവസാന കാലത്ത് അവർക്ക് അതിൽ വേണമെങ്കിൽ തീർത്ഥം കുളിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം മുഴുവനാക്കാൻ സാധിക്കും. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ യൂണിറ്റുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിലും നമ്മൾ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മെമ്പേഴ്സുകൾ ഇപ്പോൾ നമുക്കൊരു 350 മെമ്പർമാർ 400 മെമ്പർമാരുണ്ട്. കൊല്ലം ഞങ്ങളൊരു 1000 മെമ്പേഴ്സ് ആക്കും. അത് കൂട്ടി ഞങ്ങൾ ശശിയേട്ടൻ പറഞ്ഞ പോലെ 1000 ഇതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ടോട്ടൽ മെമ്പർഷിപ്പ് കൊണ്ട് ഈ പ്രോജക്റ്റ് ഓടണം. പിന്നെ പലരും സ്പോൺസർ ചെയ്യാൻ തയ്യാറായി വരുന്നുണ്ട്. ഇപ്പോൾ കളരി ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞൊരു കൂട്ടർ വന്നിട്ടുണ്ട്. നമ്മൾ പലരെയും നമ്മൾ കണ്ടിരുന്നു. അവർ പലരും പല കാര്യങ്ങളും സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. അതിന് മുമ്പായിട്ട് സ്ഥലമൊക്കെ ചെയ്യണം. സ്ഥലം ഉണ്ടെങ്കിലേ നമുക്കിത് നടക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ 84 ഒരു 60 താഴെ സ്ഥലമുണ്ട്. ബാക്കി സ്ഥലങ്ങളും ഞങ്ങൾ കുറേശ്ശെയായിട്ട് മേടിക്കും. പെട്ടെന്ന് ഏതായാലും പ്രോജക്റ്റ് വളരെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബാക്കി കാര്യങ്ങൾ ഓരോരോ സമയത്തായിട്ട് വന്നു ചേരും. പിന്നെ ഇങ്ങോട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണം, റോഡെല്ലാം നവീകരിക്കാൻ. അതെല്ലാം നമ്മുടെ കാലകാലങ്ങളിൽ പഞ്ചായത്തുകളൊക്കെ ചെയ്തു തരും എന്നുള്ള ഇതിലാണ്. ഞങ്ങളും അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പല കാര്യത്തിനും ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഏതായാലും ഗോശാല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഗോ പ്രോഡക്ട്സുകളൊക്കെ നമ്മുടെ സഹോദരിമാർ നല്ല രീതിയിൽ വേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു. പലയിടത്തും മെമ്പേഴ്സൊക്കെ വന്നിരുന്നു. ഒരു കുറേയും കൂടെ അഗ്രസീവായിട്ട് നീങ്ങാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് വരുന്ന ശശിയേട്ടൻ പറഞ്ഞ പോലെ 5 കൊല്ലത്തിനുള്ളിൽ തന്നെ വരും. അതിൽ യാതൊരു സംശയമില്ല. പേരെന്ന് പറയാവോ? ശശി അയ്യഞ്ചിറ. ഓക്കെ, ഇതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതല്ലേ? ഇത് ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം എന്ന് പറയുന്ന 43 പ്രോജക്റ്റുള്ള നമ്മുടെ ഒരു സെന്ററാണത്. ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം. ഇത് 100 ഏക്കറിൽ നിൽക്കുന്ന പ്രോജക്റ്റാണ്. ഇതിൽ ഞങ്ങളുടെ 4500 പേരെ ഓഡിറ്റോറിയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. 1000 പശുക്കളുണ്ടാവും. പിന്നെ ഒരു 7 ഏക്കർ കുളം ഉണ്ടാവും. ഒരു ഫാമിലിക്ക് കല്യാണം നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം നടത്താനുള്ള ഗുരുവായൂർ മോഡൽ ടെമ്പിൾ വരും ഇവിടെ. അതുകൂടാതെ വെണ്ണക്കണ്ണൻ്റെ ഒരു വലിയൊരു ടെമ്പിൾ, അതൊരു 38 മീറ്റർ ഹൈറ്റുള്ള ടെമ്പിൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ വരുമ്പോൾ കണ്ടില്ലേ പാർക്ക് കുട്ടികൾക്ക് വേണ്ടി ഫാമിലി ആയിട്ട് വരാം. ഏകദേശം 1 ലക്ഷം പേര് ഇവിടെ വന്നു കഴിഞ്ഞു ഇത്രയും കാലത്തിനുള്ളിൽ. 1 കൊല്ലമായിട്ടുള്ള ഇതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഈ പാർക്കിന്റെ. ദേവനന്ദിയും പീയൂഷാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അന്ന് ഏകദേശം 1000-ൽ കൂടുതൽ ആളുകൾ ഈ പരിപാടിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇത് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ്. 5 വർഷത്തിനുള്ളിൽ, അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതേപോലെ മോഹൻജി ഭാഗവത്തും കൂടി ചേർന്ന് തറക്കല്ലിടുന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. ടോട്ടൽ പ്രോജക്റ്റ് വരുമ്പോൾ 11 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ടാവും. മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള സിനിമ കാണിക്കുന്ന ഏർപ്പാടടക്കം, ഓപ്പൺ തിയേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവിധ സൗകര്യങ്ങളും. പിന്നെ ഈ ഗ്രാമത്തിൽ ഇതിൻ്റെ വികസനത്തിനനുസരിച്ച് ഞങ്ങൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ഞങ്ങളുടെ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പശുക്കളെ ഞങ്ങൾ ദാനം ചെയ്യും. അത് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ അവർ നമ്മൾ തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ ഒരു നിയമം കൂടി ഉണ്ട് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ. ആ എൻട്രൻസിൽ മാത്രം ഒരു 20 രൂപ ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഭാവിയിൽ ഇവിടെ ഞങ്ങളുടെ ടോട്ടൽ പ്രോജക്റ്റ് ആകുമ്പോൾ കളരി, അതായത് മാർഷൽ ആർട്സ്, അതുപോലെ യോഗ കേന്ദ്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ, അതൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ ഇതിൻ്റെ ചെയർമാൻ ആമേട വാസുവേട്ടനാണ്. ആമേടമംഗലം നാഗാക്ഷേത്രത്തിൻ്റെ അധിപനാണ്. പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങളിതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ടോട്ടൽ വരുമ്പോൾ ഞങ്ങൾ 1 ലക്ഷം പേരെ മെമ്പർഷിപ്പ് ചേർക്കുന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. 1 ലക്ഷം പേര് 1 ലക്ഷം രൂപ വെച്ച്. അപ്പോൾ ഞങ്ങളുടെ 1000 കോടി എത്തും. അതനുസരിച്ചാണ് ഇത് പ്ലാൻ ചെയ്തു വരുന്നത്. ചുരുങ്ങിയ ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാക്കുന്നതാണ് വാസുവേട്ടൻ്റെ പ്ലാൻ. അതാണ് അദ്ദേഹം ചെയർമാൻ ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യം. അതനുസരിച്ച് ഞങ്ങളെല്ലാവരും, നല്ലൊരു കമ്മിറ്റി ഉണ്ട്, സെൻട്രൽ കമ്മിറ്റി ഉണ്ട്, ഇതിന് ഡയറക്ടർ ബോർഡ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലടക്കം ഞങ്ങൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇന്നല്ലെങ്കിൽ നാളെ
കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഒരു അറിയപ്പെടുന്ന കേന്ദ്രമായിട്ട് നിങ്ങളിപ്പോൾ അയോധ്യ കേൾക്കുന്നില്ലേ, അതേപോലെ അതിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ വലിയൊരു പ്രോജക്റ്റായിട്ട് മാറ്റണമെന്ന് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ തന്നെ ആവട്ടെ, അത് നടക്കും 100%. നമസ്തേ, എൻ്റെ പേര് കൃഷ്ണനാണ്. എൻ്റെ സ്ഥലം നേപ്പാളാണ്. ജനിച്ചു വളർന്നൊക്കെ കേരളമാണ്. പിന്നെ ഈ ഗോശാല ഇവിടുത്തെ പശുക്കളും 100 പശുക്കളുണ്ട്. ഇവിടെ 5-6 ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട്. ഗീർ, താർപ്പാർക്കർ, കാസർഗോഡ്, വെച്ചൂരി, കൃഷ്ണ, പിന്നെ കാൺകയം, ജല്ലിക്കെട്ട്, അങ്ങനെ 6 ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്. പിന്നെ എൻ്റെ കൂടെ ഒരു 2 ചേട്ടന്മാരും ഒരു ചേച്ചിയും ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഞങ്ങൾ കാലത്ത് തന്നെ പശുക്കളെ കറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരെ പുറത്തേക്ക് മേയാനായിട്ട് വിടും. ഒരു 7 മണി 7:30 പുറത്തേക്ക് വിടും. പിന്നെ വൈകിട്ട് അവരെ തിരിച്ച് കയറ്റുക ഒരു 3-4 മണിക്കാണ് ഞങ്ങൾ എല്ലാം പശുക്കളും ഇങ്ങോട്ട് തിരിച്ച് കയറ്റുക. പിന്നെ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡുകൾ നമ്മൾ ഈ ചോളത്തിൻ്റെ തവിട്, നെല്ലൂത്തി അവലിൻ്റെ തവിടും, പിന്നെ ഈ കപ്പലണ്ടി പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക് എല്ലാം കൂടി കുഴച്ചിട്ട് ഈ കറവെള്ള പശുക്കൾക്ക് എല്ലാവർക്കും കൊടുക്കും തീറ്റ. പിന്നെ പുല്ലുണ്ട്, മലയരിയ പുല്ല് വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഏക്കറത്തിൽ പുല്ലാണ്. അപ്പോൾ ആ പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് പശുക്കൾക്ക് പുല്ലും വൈക്കോലും, ഇതാണ് നമ്മളെ നാടൻ തീറ്റയാണ് കൊടുക്കുന്നത്. മറ്റേ ഈ ഫീഡും കേരള ഫീഡും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കില്ല. ഫുൾ നാടൻ ബ്രീഡാണ് ഇവിടെ. എല്ലാവർക്കും നാടൻ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ പുറത്തേക്ക് നമ്മൾ അവർ മെയ്യാനായിട്ട് ഇപ്പോൾ 5 ഏക്കർ സ്ഥലങ്ങളുണ്ട്, അവർ നടന്ന് തിന്നും. 100 പശുക്കളിൽ എത്രണ്ണത്തിന് കറക്കുന്നുണ്ട്? ഇപ്പോൾ കറവ് കുറവാണ്. ഇപ്പോൾ നമ്മൾ പ്രസവമുള്ള പശുക്കളുണ്ട്. ഇപ്പോൾ ഒരു 10 പശുക്കളാണ് ഇപ്പോൾ കറവുള്ളത്. ഇപ്പോൾ കുട്ടികളുണ്ട്, പിന്നെ കാളകുട്ടികളുണ്ട്. ഒരു 19-20 എണ്ണം കാളകുട്ടികളുണ്ട്. പിന്നെ പശുക്കുട്ടികളാണ്. എല്ലാം പെടും ഇതിൽ. അപ്പോൾ 10 എണ്ണമാണ് ഇപ്പോൾ കറവുള്ളത്. പിന്നെ നമ്മൾ പാലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വീടുകളിൽ വന്ന് മേടിക്കും ആൾക്കാർ. പാല്, ബാക്കിയുള്ള പാല് നമ്മൾ ഇവിടെ തന്നെ കാച്ചി തൈരാക്കും. തൈര് ആവശ്യമുള്ളവർക്ക് തൈര് കൊടുക്കും. അത് കലക്കി മോരാക്കി നെയ്യ് എടുക്കും. വെണ്ണയുണ്ട്, നെയ്യുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എത്രത്തോളം പാൽ ഉൽപാദനം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളിൽ ഇപ്പോൾ പാലുള്ളത് ഒരു ദിവസം 20 ലിറ്റർ പാലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പാല് കുറവാണ്. പശുക്കൾ ഇപ്പോൾ കറവ കുറവായ കാരണം നാടൻ പശുക്കളല്ലേ, 1 ലിറ്റർ 2 ലിറ്റർ ഈ വെച്ചൂരി കാസർഗോഡ് കുള്ളനൊക്കെ 2 ലിറ്റർ പാല് 3 ഒക്കെ കിട്ടുള്ളൂ. പാല് നല്ല പാലായിരിക്കും. അപ്പം നെയ്യും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ആര് വന്നാലും കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ കാണുന്ന തൊഴുത്ത് വന്നിട്ട് എത്ര നാളായി? ഇതിപ്പോ ഒരു 2015-ലാണ് ഈ തൊഴുത്ത് സ്റ്റാർട്ടിങ് ഉദ്ഘാടനം ആയത് ഇവിടെ. അപ്പൊ ഇതിൽ പശുക്കള് ഗീർ പശുക്കളാണ് ഈ തൊഴുത്തിലുള്ളത്. എത്ര പശുക്കൾ നിർത്താവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്? ഇതിൽ നമ്മളിപ്പോ ഒരു 22 പശുക്കൾ ഇതിലുണ്ട്. ആ സൈഡും ഈ സൈഡും ആയിട്ട് 22 പശുക്കൾ ഇതിൽ കയറും. പിന്നെ 2 തൊഴുത്ത് അപ്പുറത്തും ഉണ്ട്. അവിടെ വെച്ചൂരി, കാസർഗോഡ് കുള്ളൻ, അതായത് ഓരോ ഇനത്തിൽപ്പെട്ടതിനെ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇതിൽ ഫുള്ള് ഗീർ പശുക്കളേ ഉള്ളൂ. മറ്റേല് ചെറിയ പശുക്കൾ, വെച്ചൂരി, പിന്നെ കാസർഗോഡ് കുള്ളൻ, ഈ കൃഷ്ണ, മറ്റേ കാൺകയം ത്തിൽപ്പെട്ട പശുക്കളാണ് ഇതിലുള്ളത്. ഇവിടെ ഗോശാല ഞാൻ ഇപ്പോൾ വെളുപ്പിന് 4:30-5 മണിക്ക് എനിക്ക് ഗോശാല തുറക്കണ ഞാൻ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ഒരു 5-5:30 മണിയാകുമ്പോൾ പശുക്കളൊക്കെ കറവ് തുടങ്ങും. ഞാൻ തന്നെയാണ് കറക്കുക. എല്ലാം ഞാൻ തന്നെ കറക്കും. കുഴപ്പമില്ല, പശുക്കൾ എൻ്റെ അടുത്ത് കുഴപ്പമില്ല. പക്ഷെ വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. കാലത്ത് നമ്മളൊരു 5-6 മണിക്ക് കറവൊക്കെ തുടങ്ങി ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും കറവ് കഴിയും. 7 മണിയാകുമ്പോഴേക്കും. പിന്നെ കാലത്ത് മാത്രം കറക്കുള്ളൂ. ഒരു നേരം മാത്രമേ കറക്കുള്ളൂ പശുക്കൾ. ബാക്കി ഉച്ചയ്ക്കുള്ള കുട്ടികൾക്ക് വിട്ടുകൊടുക്കും. ഉച്ചയ്ക്ക് എല്ലാവരും കുട്ടികൾ കുടിക്കും പുറത്ത്. കാലത്ത് മാത്രം ഒരു നേരം കറവുള്ളൂ. ഇവിടുത്തെ ഗോശാലയോട് ചേർന്ന് ഏക്കർ കിടക്കുന്ന സ്ഥലമുണ്ട്. ഈ ഏക്കർ കിടക്കുന്ന സ്ഥലത്ത് പാടവും കാവും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ അരുവിയുണ്ട്. പിന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. പിന്നെ ഈ ഗോശാലയിൽ 100 പശുക്കളെ ഇവിടെയാണ് മേയ്ക്കാൻ വിടുന്നത്. പിന്നെ ആ കാണുന്ന 3 കുന്നുകളുടെ താഴ്വരയാണ് ഈ കാണുന്നത്. വളരെ അതിമനോഹരമായ സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാവ് ഇതാണ്. ഈ കാവ് എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയില്ലേ? മലയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു കാവുള്ളത്. ഇപ്പൊ സമയം ഉച്ചയായിട്ടുണ്ട്. ഈ ഉച്ച സമയത്ത് പോലും വളരെ നല്ല തണലാട്ടോ. അവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഫാമിലി ആയിട്ട് വരാനായിട്ട് ഒരു അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു കാഴ്ചയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.